പത്തനംതിട്ടയിൽ കസ്റ്റഡി മർദ്ദന ആരോപണത്തിൽ സസ്പെൻഷനിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ യുവാവിന് ക്രൂരമർദ്ദനമെന്ന പരാതി കസ്റ്റഡി മർദ്ദനത്തിൽ വിവാദത്തിലായ കോയിപ്പുറം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനെതിരെയാണ്. വഴിത്തർക്കവുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിലെത്തിയ യുവാവിനെ കഞ്ചാവ് കേസിൽ പ്രതിയാക്കിയെന്നാണ് പരാതി. മർദ്ദനത്തിന് ശേഷം അഴുക്കുവെള്ളവും കുടിപ്പിച്ചു. മർദ്ദിച്ച് അവശനാക്കിയ ശേഷം നിർത്താതെ ചാടാൻ ആവശ്യപ്പെട്ടു. കോയിപ്പുറം CI ആയിരുന്ന സുരേഷ് കുമാറും ജോബിൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് മർദ്ദിച്ചുവെന്നും പുല്ലാട് സ്വദേശി കണ്ണൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. ഇന്നലെ എനിക്ക് സമൻസ് വന്നേക്കുന്നു. ഞാൻ കഞ്ചാവ് കേസ് പ്രതിയെ കഞ്ചാവ് കൈവശം വെച്ച് ഞാൻ ഒരു ഗുമസ്തയെ വിളിച്ച് ചോദിക്കും. നമ്മുടെ വക്കീലിൻ്റെ ഒരു ഗുമസ്തയെ വിളിച്ച് ചോദിക്കുമ്പോഴാണ് അറിയുന്നത് ഇത് താങ്കൾക്ക് കഞ്ചാവ് കൈവശം വെച്ചതോ വലിച്ചെന്നോ പറഞ്ഞുകൊണ്ടുള്ള പെറ്റിയാണെന്ന്. അരുൺകുമാർ എന്ന് പറഞ്ഞൊരു പോലീസാണ് എന്നെ വിളിക്കുന്നത്. ഞാൻ കേട്ടു. അന്നേരം ഞാൻ സ്റ്റേഷനിൽ ചെന്നു. നീ ഇവിടെ മാറി നിൽക്കാൻ പറഞ്ഞു. ഒരു 5-10 മിനിറ്റിനകം CIയും ജോബിൻ എന്ന് പറഞ്ഞ പോലീസുകാരനും കൂടെ വാഹനമായിട്ട് വന്ന് കയറുന്നു. രണ്ടുപേരും യൂണിഫോം മാറുന്നു. ഈ ജോബിന് എന്നെ തോളത്ത് കൈയിട്ടുണ്ട് അകത്തോട്ട് കൊണ്ടുപോവാണ്. കുനിച്ച് നിർത്തിയത് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. ഈ സൈഡോ പുറമോ എൻ്റെ വാരിയല്ലോ കണ്ണും ചെവിയും നിങ്ങൾക്ക് വേണേൽ പരിശോധിക്കുക. അത് ഞാൻ എപ്പോഴും പറയുന്നു. ഈ ചെവി കൂടെ ചോരയാണ് ഇപ്പോഴും. ഈ ജോബിൻ എന്ന് പറയുന്ന പോലീസുകാരനും CIയും സുരേഷ് എന്ത് പുള്ളിയുടെ പേര് പോലും എനിക്ക് ശരിക്കും CI ഇപ്പം സസ്പെൻഷനിലാണെന്ന് പറയുന്നു. കിട്ടാമെന്നൊരു മാക്സിമം അടി ഈ പുറത്ത് മൊത്തം തലപ്പുറയിൽ ആ ജോബിൻ എന്ന് പറഞ്ഞ പോലീസാണ് തലപ്പുറയിൽ ഒറ്റ അടി തന്നുണ്ടല്ലോ. നക്ഷത്രം എണ്ണുക എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഫസ്റ്റ് അടി അവൻ്റെയാ. ഫസ്റ്റ് അടി ഈ തലപ്പുറയിലൊരു അടി അടിച്ചു. അടി കൊണ്ട് കഴിഞ്ഞു. ശരി, അടി കൊണ്ട് ഞാൻ ഇവിടുത്തെ കഴിഞ്ഞല്ലോ. അത് കഴിഞ്ഞ് തുള്ളാൻ പറഞ്ഞു. നല്ലതായിട്ട് അടിയിട്ട് ചാടിക്കുക. അടി കൊണ്ട് ശ്വാസം വിടാൻ വയ്യ. ബാക്കി പറഞ്ഞ തുള്ളൽ കഴിഞ്ഞപ്പം അവരുടെ പന്ന മഗ്ഗിനകത്ത് വെള്ളം ഇല്ല. പൂച്ച കുടിച്ചാണോ പട്ടി കുടിച്ചാന്ന് പോലും എനിക്കറിയത്തില്ല. ഒരു മഗ്ഗിനകത്ത് വെള്ളം ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, ശ്വാസം വിടാൻ പറ്റുന്നില്ല. ആ വെള്ളം ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട. അതെൻ്റെ കവടെ കുത്തി പിടിച്ചിട്ട് ജോബിൻ വായിലോട്ട് ഒഴിച്ചു. കവടെ കുത്തി പിടിച്ചു എൻ്റെ വായിലോട്ട് ഒഴിച്ചു തരുക. പുള്ളി നിരപരാധിയാണ് സാറേ. കാരണം ഇവിടെ വഴിയിൽ ബൾബ് ഇടുന്നതിൻ്റെ പ്രശ്നമായിരുന്നു ആദ്യം. പിന്നെ അത് കഴിഞ്ഞ് വഴി പ്രശ്നം വന്ന് ഞങ്ങൾ ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങുന്നിടത്ത് ഞങ്ങൾക്ക് വഴിയില്ല. പിന്നെ എന്തോ പറ്റിയതെന്ന് എനിക്ക് അറിയത്തില്ല സാറേ. കൈക്കൂലി മേടിച്ചിട്ടാണോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഭർത്താവിനെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വരുത്തിയേച്ച് മർദ്ദിച്ചത്. ശരീരത്ത് പാടുണ്ട്. എല്ലാ പണിക്കും പൊയ്ക്കൊണ്ടിരുന്ന പുള്ളി. അപ്പോൾ വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങുന്നില്ല. ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല. സ്കൂൾ തുറന്നപ്പോൾ പിള്ളേർക്ക് സാധനങ്ങളൊക്കെ മേടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾ കടം മേടിച്ചാൽ പിള്ളേരെ സ്കൂളിൽ വിട്ടേക്കുന്നത്. വിവരങ്ങളുമായി ശ്രീരാജ് ബാബുവാണ് പത്തനംതിട്ടയിൽ നിന്ന് നമുക്കൊപ്പം തത്സമയം ചേരുന്നത്. ശ്രീരാജ്, ഒരു കസ്റ്റഡി മർദ്ദന ആരോപണത്തിൽ സസ്പെൻഷനിലുള്ള ഉദ്യോഗസ്ഥനാണ് ഈ പോലീസുകാരൻ എന്ന് ശ്രീരാജ് പറയുന്നതിലൂടെ വ്യക്തമാകുന്നുണ്ട്. എപ്പോഴാണ് ഈ യുവാവിനെ പോലീസ് മർദ്ദിക്കുന്നത്? വഴിത്തർക്കത്തിന്റെ പേരിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി അകാരണമായി മർദ്ദിക്കുകയായിരുന്നു. ബിനിൽ, അങ്ങനെ തന്നെയാണ്. നിലവിൽ പത്തനംതിട്ട ജില്ലയിലെ പോലീസ് സംവിധാനം ആകെ കുത്തഴിഞ്ഞ അവസ്ഥയാണെന്നാണ് പൊതുവെയുള്ള ആരോപണം. അതിനെ സാധൂകരിക്കുന്ന മറ്റൊരു സംഭവം കൂടിയാണ് കോയിപ്പുറം പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരിക്കുന്നത്. ഈ പരാതിക്കാരനായ പുല്ലാട് സ്വദേശി കണ്ണൻ അയൽവാസിയുമായി സ്ഥലത്തർക്കം വർഷങ്ങളായിട്ടുണ്ടായിരുന്നതായിരുന്നു. അതിൻ്റെ ഭാഗമായി അയൽവാസി നൽകിയ പരാതിയിലാണ് കണ്ണനെ ആദ്യം കോയിപ്പുറം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുന്നത്. ആദ്യം വിളിച്ചു വരുത്തിയ ശേഷം കാര്യങ്ങൾ സംസാരിച്ചു. ശേഷം ഒരു പേപ്പറിൽ ഒപ്പിടാൻ പറയുകയും തിരികെ മടക്കി അയക്കുകയും ചെയ്തു. പിന്നീട് ഈ സംഭവത്തിന് ശേഷം 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് രണ്ടാമതൊരു വട്ടം കൂടി കണ്ണനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുന്നത്. ആ ഘട്ടത്തിലായിരുന്നു ക്രൂരമായ മർദ്ദനം ഏറ്റത്. CI സുരേഷ് കുമാറും അതുപോലെ തന്നെ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനായ ജോബിനും ചേർന്നാണ് തന്നെ ക്രൂരമായി മർദ്ദിച്ചത് എന്ന് കണ്ണൻ പറയുന്നു. കണ്ണൻ വിശദീകരിക്കുന്നത് ക്രൂരമായ മർദ്ദനത്തിന് ശേഷം നിർത്താതെ ചാടാൻ ആവശ്യപ്പെട്ടെന്നും അതുപോലെ തന്നെ അഴുക്ക് വെള്ളം തന്നെ കുടിപ്പിച്ചുവെന്നുമാണ് കണ്ണൻ പറയുന്നത്. ശരീരമാസകലം മർദ്ദനമേറ്റ പാടുകളുമുണ്ട്. അതുപോലെ തന്നെ മുഖത്തും കാര്യമായ മുറിവുകളും കണ്ണന് ഉണ്ട്. നിലവിൽ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം. എന്തായാലും ഈ കോയിപ്പുറം CI, ആരോപണ വിധേയനായ കോയിപ്പുറം CI മറ്റൊരു കസ്റ്റഡി മർദ്ദന ആരോപണത്തിൽ നിലവിൽ സസ്പെൻഷനിലാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കസ്റ്റഡിയിലെടുത്ത, അതും സമാനമായ രീതിയിൽ കഞ്ചാവ് കൈവശം വെച്ചുവെന്ന് ആരോപിച്ചുകൊണ്ട് കസ്റ്റഡിയിലെടുത്തയാൾ ക്രൂരമായ മർദ്ദനം ഏറ്റു എന്നാണ് കുടുംബം ഉൾപ്പെടെ പറയുന്നത്. അതിനുശേഷം ആത്മഹത്യ ചെയ്യുകയുണ്ടായി. ഇതിലാണ് നിലവിൽ ആ CI സുരേഷ് കുമാർ നിലവിൽ സസ്പെൻഷനുള്ളത്. ഇയാൾക്ക് സസ്പെൻഷൻ നേരിടുന്നതിന് വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഇത്തരത്തിൽ കണ്ണനെയും മർദ്ദിച്ചിട്ടുള്ളത് എന്നാണ് കണ്ണൻ പറയുന്നത്. എന്തായാലും ക്രൂരമായ മർദ്ദനമാണ് കണ്ണന് നേരിടേണ്ടി വന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജോലിക്കെല്ലാം പോയിക്കൊണ്ടിരുന്ന ആളാണ്. പക്ഷേ ഇപ്പോൾ ജോലിക്ക് പോകാൻ കഴിയുന്നില്ല എന്നും ഭാര്യ നമ്മളോട് പറയുന്നുണ്ട്. എന്തായാലും ഈ കോയിപ്പുറം സ്റ്റേഷനിൽ സമാനമായ രീതിയിൽ അടുത്തടുത്ത സമയങ്ങളിലായി തന്നെയാണ് ഇത്തരത്തിൽ 2 കേസുകൾ വരുന്നത്. കസ്റ്റഡി മർദ്ദനത്തെ സംബന്ധിച്ച് നേരത്തെ ഞാൻ
സൂചിപ്പിച്ചതുപോലെ അയാൾ ആത്മഹത്യ ചെയ്യുകയാണ് ഒടുക്കം ഉണ്ടായത്. അതിലാണ് CI സുരേഷ് കുമാർ നിലവിൽ സസ്പെൻഷനിലുള്ളത്. എന്തായാലും കണ്ണനെ അതിനുശേഷമാണ്, ഇയാൾക്ക് സസ്പെൻഷൻ നേരിടുന്നതിന് തൊട്ട് മുൻപാണ് കണ്ണനെയും സമാനമായ രീതിയിൽ മർദ്ദിച്ചത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ വഴിത്തർക്കവുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിൽ വിളിപ്പിച്ച കണ്ണനെ വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു സമൻസ് വരികയുണ്ടായി. ആ സമൻസിലുള്ളത് കഞ്ചാവ് കൈവശം വെച്ചു എന്നാണ്. പക്ഷേ കണ്ണൻ ഇതുവരെയും പറയുന്നുണ്ട്, കണ്ണനും കുടുംബാംഗങ്ങളും പറയുന്നുണ്ട്, കണ്ണൻ മദ്യപിക്കുന്ന ആളാണെന്ന് കണ്ണൻ പറയുന്നു. പക്ഷേ ഇതുവരെയും കഞ്ചാവ് കേസുകളിൽ മുൻപ് പെടുകയോ അല്ലെങ്കിൽ കഞ്ചാവ് ഉപയോഗിക്കുകയോ ചെയ്യുന്ന ആളല്ല എന്ന് പറയുന്നു. സ്റ്റേഷനിൽ വിളിപ്പിച്ചത് കൃത്യമായി സ്ഥലത്തർക്കത്തിൻ്റെ പേരിലാണ്, അയൽവാസി നൽകിയ സ്ഥലത്തർക്കത്തിൻ്റെ പേരിലാണ് സ്റ്റേഷനിൽ വിളിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ 2 ആഴ്ചയ്ക്കിപ്പുറം കണ്ണന് ലഭിക്കുന്ന സമൻസ് ഇത്തരത്തിൽ കഞ്ചാവ് കൈവശം വെച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ്. അതും കണ്ണൻ നിലവിൽ പരാതി മുഖ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കും അടക്കം നൽകുന്ന പരാതിയിൽ അതും സൂചിപ്പിക്കും. അതുപോലെ ക്രൂരമായി കണ്ണനെ മർദ്ദിച്ച കാര്യവും കണ്ണൻ സൂചിപ്പിക്കും. എന്തായാലും കോയിപ്പുറം സ്റ്റേഷനിൽ അടുത്തടുത്ത സമയങ്ങളിലുണ്ടായ 2 മർദ്ദനങ്ങൾ ജില്ലയിലെ പോലീസ് സംവിധാനത്തെ ആകെ നാണം കെടുത്തുന്ന രീതി, അല്ലെങ്കിൽ ആകെ കളങ്കം വരുത്തുന്ന രീതിയിലാണ് ജില്ലയിലെ പല പോലീസ് സ്റ്റേഷനുകളിലും സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് ഈ കോയിപ്പുറം സംഭവത്തിലൂടെ വീണ്ടും വ്യക്തമാകുന്നത്. ബിനിൽ, ഓക്കെ, അതാണ് കോയിപ്പുറം സ്റ്റേഷനിലെ സംഭവത്തിലൂടെ വ്യക്തമാകുന്നത്. ഒരു നിസ്സഹായനായ ചെറുപ്പക്കാരനെയാണ് ഈ വിധത്തിൽ പോലീസിന്റെ പകയ്ക്ക് മുന്നിൽ ഇരയാക്കേണ്ടി വന്നത് എന്നുള്ളതാണ് ആ ചെറുപ്പക്കാരന് തന്നെ വാക്കുകളിലൂടെ ഇപ്പോൾ പുറം ലോകം അറിയുന്നത്. എന്തായാലും പോലീസിന്റെ ഉന്നത അധികാരികൾ ഉൾപ്പെടെ ഇപ്പോൾ തന്നെ ഈ വ്യക്തി, ഇപ്പോൾ ആരോപണ വിധേയനായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു കസ്റ്റഡി മർദ്ദന ആരോപണത്തിൽ സസ്പെൻഷനിലാണ്. അങ്ങനെയാണെങ്കിൽ ആ ഉദ്യോഗസ്ഥനെതിരെ കടുത്ത നടപടികൾ, കൂടുതൽ നടപടികൾ വേണ്ടത് പോലീസ് സേനയുടെ ഈ വിധത്തിലുള്ള ക്രിമിനലുകളെ മാറ്റി നിർത്തുന്നതിന് പ്രധാനപ്പെട്ടതായി ശ്രീരാജ് ബാബു റിപ്പോർട്ട് ചെയ്യുന്നു.